അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു താഴ്വരയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഷെപ്പേർഡായ ഒരാളെ കണ്ടു, ആട്ടിടയനായ ഒരാളെ കണ്ടു. അയാളോട് ചോദിച്ചു, കുറച്ച് പാല് തരാവോ, ആട്ടിന്റെ പാല് തരാവോ? ഓ തരാലോ. അകിട് വീർത്തിരിക്കുന്ന ഒരാടിനെ കണ്ടപ്പോൾ ഈ ആടിനെ എനിക്ക് വിൽക്കുന്നോന്ന് ചോദിച്ചു. ഇല്ല. എന്താ കാരണം? ഇതെന്റെ ആടല്ല. ഈ താഴ്വരയിൽ ആരാരും കാണാത്ത ഘട്ടത്തിലും തന്റെ ബോസിനോട്, മുതലാളിയോട് ഈ അടിമച്ചക്കൻ കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് കണ്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമക്ക് ഇയാളോട് വലിയൊരു ഇഷ്ടം തോന്നി. എന്റെ മുതലാളിയുടേതാണ് ആടുകൾ എന്ന് പറയുന്ന പറയാനുള്ള ബോധം. അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇയാളെ ഒന്ന് പരീക്ഷിക്കണം എന്ന അർത്ഥത്തിൽ ചോദിച്ചു, മോനെ, ഈ ആടിനെ എനിക്ക് വിറ്റൂടെ? നിനക്ക് യഥേഷ്ടം ക്യാഷ് കിട്ടുമല്ലോ. എനിക്കാണെങ്കിൽ ആടും കിട്ടി, പാലും ലഭിക്കും അല്ലേ? പിന്നെ നിന്റെ മുതലാളിയോട് എന്തു പറയാം? മുതലാളിയോട് വല്ല ചെന്നായും പിടിച്ചതാണ് എന്ന് പറഞ്ഞേക്കെന്ന് പറയും. വല്ല ചെന്നായും പിടിച്ചേക്കാണ്. അപ്പൊ ഈ അടിമച്ചക്കൻ തിരിച്ച് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട് ചോദിച്ചു, മുതലാളിയോട് ചെന്നായ പിടിച്ചതാണെന്ന് പറയാം, നിങ്ങൾക്ക് ആടും ലഭിക്കും, പാലും ലഭിക്കും, എനിക്ക് അത് വിറ്റ വകയിൽ ക്യാഷ് കിട്ടും. ശരി, ഇത് മൂന്നും ഓക്കെ. മുതലാളിനോട് അങ്ങനെ പറയാം. അയിനല്ലാഹ്, അള്ളാഹിനോട് എന്താ പറയേണ്ടത്? അതുകൂടി പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. യാ റബ്ബ്, അയിനല്ലാഹ്, രാജാവായ റബ്ബിനോട് എന്താ പറയാ എന്ന് വിചാരിക്കും. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഖശിയത്തുല്ലാഹി ഫി സിർരി വൽ അലാനിയ. ഏത് മെസ്സേജും അറിയാം അല്ലാഹു